ഇന്ന് ഞാൻ പറയുന്നത് ട്രോമ ബോണ്ടിങ്ങിനെ പറ്റിയാണ്. നിങ്ങളുടെ പങ്കാളികളിൽ ഇങ്ങനെ ഒരു ലക്ഷണമുണ്ടോ? അതോ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളിൽ ഇങ്ങനെയുണ്ടോ? എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെയും തള്ളിവിട്ടേക്കാം. ട്രോമ ബോണ്ടിങ് എന്താണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അത് നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴും ഉപദ്രവിക്കുന്ന വ്യക്തിയായിരിക്കും. എന്നാലും ആ വ്യക്തിയിൽ തന്നെ നിങ്ങൾ ആശ്വാസം തേടുന്നവരുമായിരിക്കും. രണ്ടാമതായി, പാർട്ട്നേഴ്സിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും അയാളിൽ തന്നെ തുടരാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ലോ സെൽഫ് എസ്റ്റീം ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള ആളായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും അയാളിൽ തന്നെ തുടരാനായിട്ട് നമ്മളെ അനുവദിക്കുന്നു. മൂന്നാമതായി, അവരോട് അമിതമായ സ്നേഹം, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന തോന്നലും നമ്മളെ ഇങ്ങനെയുള്ള ബന്ധം തുടർന്നു പോകാനായിട്ട് അനുവദിക്കുന്നു. നാലാമത്, അവർ പറയുന്നതും അവർ ചെയ്യുന്നതുമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ സ്വന്തമായി ന്യായീകരിക്കുന്നു. ഞാൻ അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് അവരെന്നോട് അങ്ങനെയെല്ലാം ചെയ്തത് എന്ന് സ്വന്തമായി ആശ്വസിക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവരെ അതിന് പ്രേരിപ്പിച്ചത് ഞാൻ തന്നെയാണെന്ന് സ്വയം കുറ്റമേറ്റെടുക്കുന്നു. ആറാമതായി, അവർ നിങ്ങൾക്കായി മാറുമെന്നോ നിങ്ങൾക്കവരെ ശരിയാക്കാൻ കഴിയുമെന്നും സ്വന്തമായി വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ബന്ധങ്ങൾ തുടർന്നു പോകുന്നു. ഏഴാമതായി, കാര്യങ്ങൾ മോശമാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അതിനായി നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടിനോടുള്ള കോണ്ടാക്റ്റ് വരെയും ഉപേക്ഷിക്കുന്നു. എട്ടാമതായി, ഈ ബന്ധം നിങ്ങളെ എങ്ങനെ വേദനിപ്പിക്കുന്നുവെന്ന് യുക്തിപരമായി നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ വൈകാരികമായി അതിൽ നിന്ന് സ്വയം പിന്മാറാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ബന്ധം വേണ്ട എന്ന് വെച്ച് അതിൽ നിന്ന് തിരിച്ചു പോരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒമ്പതാമത്തെ പോയിന്റ് പറയണത്, നാണക്കേട് കാരണം ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോരില്ല. മറ്റുള്ളവരോട് ആ ബന്ധത്തിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ നിങ്ങൾ പറയുകയുള്ളൂ. നാണക്കേട് കാരണം ബന്ധത്തെക്കുറിച്ച് മറ്റുള്ളവരോട് കളവ് പറയുന്നു. എനിക്ക് സുഖമാണ്, സന്തോഷമാണ്, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. സ്വന്തം വീട്ടുകാരോട് പോലും അവർ സത്യങ്ങൾ തുറന്നു പറയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ത്രീകളുടെ ആത്മഹത്യ വളരെയധികം കൂടി വരികയാണ്. അതുമാത്രമല്ല, പ്രണയബന്ധങ്ങളിലും ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരം ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. ഈ പ്രശ്നം ഇന്ന് മാറും നാളെ മാറുമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. അത് കൂടുകയേ ഉള്ളൂ. നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ മുഖമെങ്കിലും നിങ്ങൾ ആലോചിക്കുക. ജീവിതം ഒരിക്കലും അവസാനിപ്പിക്കാനുള്ളതല്ല, അത് മുന്നോട്ടേക്കുള്ളതാണ്. പ്രതിസന്ധികൾ വരും, അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ ജീവിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബായ്.